മുന്തിരിയൊക്കെ ഇങ്ങനെ പഴുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഏത് മുന്തിരി വാങ്ങിയാലുണ്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ പച്ച. അതുപോലെ തന്നെ അടുത്തത് ഇതാ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ടുകളൊക്കെ ഒന്ന് കാണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ടുകളൊക്കെ ഒന്ന് കാണല്ലേ. മുന്തിരിയൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു മുന്തിരി കൊല്ലം എടുത്താലും ഉണ്ടാവും അതിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ പച്ച. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിലെ ചില ഫ്രൂട്ടുകളൊക്കെ കാഴ്ചക്കുന്നൊക്കെ ഒന്ന് കാണല്ലേ. അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലെ ചില ഫ്രൂട്ട് പ്ലാന്റുകൾ അത് കായ പിടിച്ചതുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിൽ പൂവിട്ട് വരുന്നതും കായ പിടിച്ച് വരുന്നതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പേരക്ക, ആപ്പിൾ ചെറി അങ്ങനെയുള്ളത് നമ്മൾ ഉൾപ്പെടുത്തിയില്ല. കുറച്ചൊക്കെ പാകമായത് ഫ്രൂട്ടുകളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തി കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തും എയർ ലെയർ ചെയ്തും ഒക്കെ ഉണ്ടാക്കിയ തൈകളിൽ ഓരോന്നൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് കാണാനും കഴിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെച്ചിരുന്നത്. മറ്റുള്ളതൊക്കെ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ വൈകാതെ തന്നെ അവൈലബിളായി വരും. അപ്പോൾ നമ്മൾ പല വീഡിയോകളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ എയർ ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്ത് വെച്ചത്. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ അതിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലും നിഷ്പ്രയാസം കായ്ക്കും എന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ സപ്പോർട്ടയാണ്. നമ്മൾ എയർ ലെയറിങ് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റിൽ എയർ ലെയറിങ് ചെയ്തിട്ട് ഉണ്ടായ സപ്പോർട്ടാണിത്. ആ തൈയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറേ തൈകളുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ സെയിലാക്കി. അപ്പോൾ ഒന്ന് നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നിർത്തി. അത് പിന്നെ നമ്മൾ പറമ്പിലേക്കൊന്നും വെച്ചിട്ടില്ല. നമ്മളെ ഒരു ചട്ടിയിൽ തന്നെ പറമ്പിൽ നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചട്ടിയിൽ നിന്ന് വളരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ കൊടുത്തിട്ടില്ല. നല്ല രീതിയിൽ കായ പിടിച്ച് നിൽക്കുന്നു. പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അതിന് സീസണൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമ്മുടെ ചതുരപ്പുളിയാണ്. ചതുരപ്പുളിയല്ല, സോറി, സ്റ്റാർ ഫ്രൂട്ട്. ചതുരപ്പുളി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വലിയൊരു മരമുണ്ട്, പക്ഷെ അത് പുളിയായിരിക്കും കൂടുതലും. ഇതിൻ്റെ പേര് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ രൂപമൊക്കെയാണ്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും മധുരമുണ്ട്. നമ്മൾ മധുരം ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയത്. എന്നാൽ ഇത് മഞ്ഞ കളറായി കഴിഞ്ഞാൽ നല്ല മധുരമാണ്. പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും ഇപ്പോൾ നമുക്കതിനെ പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ ചെയ്യാറില്ല. പിന്നെ നമ്മുടെ അത്തിപ്പഴമാണ്. അതിൻ്റെ ആരോഗ്യ ഗുണം പിന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്നാണ്. നല്ല രീതിയിൽ കായ്ക്കുന്ന അത്തിപ്പഴമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തൈയാണ്. ഫസ്റ്റ് തൈയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മുമ്പേ കാണിച്ച തൈയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തൈകൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ല ഇനം അത്തിപ്പഴം തന്നെയാണ്. പിന്നെ നമ്മളിവിടെ കാണുന്നത് ചൈനീസ് ഓറഞ്ചാണ്. അത് നമ്മളൊരു തൈ വാങ്ങി അത് പൂവിട്ട് കായ്ച്ച് പഴുക്കാറായ രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. പിന്നെ നമ്മൾ കായ പൊട്ടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാമല്ലോ. ഒരെണ്ണം തന്നെ ഉള്ളൂ. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. മധുരമാണ് എന്നാണ് അറിവ്. പിന്നെ നമ്മളീ കാണിക്കുന്നത് ഇസ്രായേലിൻ ഓറഞ്ചാണ്. അത് പിന്നെ തോലോട് കൂടി കഴിക്കുന്ന ചെറിയ തരം ഓറഞ്ചാണ്. കുറച്ച് നീണ്ട് കഴിഞ്ഞിട്ട് തോലോട് കൂടി കഴിക്കാൻ പറ്റുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ യെല്ലോ കളറാണ്, നല്ല മഞ്ഞ കളറുണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമാണ്. ഒരു കുഴപ്പമില്ല, തോടോട് കൂടി കഴിക്കാം. മറ്റുള്ള ഓറഞ്ച് നമുക്ക് തോടോട് കൂടി കഴിക്കാൻ പറ്റില്ല, എന്നാൽ ഇത് തോടോട് കൂടി കഴിക്കാം. അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടോ എന്നറിയില്ല, ചെറിയ സീഡുകളുണ്ടാവും, ചപ്പൽ പോലുള്ള സീഡുകൾ. അത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. പഴുത്താൽ നമ്മൾ അത് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിന് പിന്നെ സമയം കാലമൊന്നുമില്ല. ഇതിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. പൂവിടും കായ്ക്കും ഇങ്ങനെ തുരുതുരാ കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബുഷ് ഓറഞ്ചാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട. ബുഷ് ഓറഞ്ച് അല്ല. ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. അതിലും നല്ല ചെറുനാരങ്ങ വളർത്തുന്നതല്ലോ. അപ്പോൾ ഇത് ഇസ്രായേലിൻ ഓറഞ്ചാണ്. കുഴപ്പമില്ല, കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. പിന്നെ നമ്മുടെ മുന്തിരിയാണിത്. ഇടവിടാതെ കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ പഴുത്ത് വരുമ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് പാകമാകുമ്പോഴേക്കിന് വീണ്ടും പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൂടെ നമ്മൾ പറയാത്തന്നെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ പഴുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊല പിടിക്കുന്നുണ്ട്. കുഴപ്പമില്ല.
അതിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൈലബിൾ അല്ല. ഇനി കമ്പുകളൊക്കെ വെട്ടി മൂത്ത് കഴിഞ്ഞാൽ വെട്ടിയിട്ട് നമ്മൾ തൈകളുണ്ടാക്കും. അപ്പോൾ ആർക്കെങ്കിലും ചോദിച്ച് വാങ്ങാവുന്നതാണ്. ഒരു വീട്ടിലൊക്കെ നമ്മൾ വീട്ടിൽ ഒരു തൈയൊക്കെ നല്ല രീതിയിലുണ്ടാക്കി നല്ല രീതിയിലുണ്ടാവും. മുന്തിരി വാങ്ങണ്ട എന്നുള്ളതല്ല, എന്നാലും നമ്മളെ വീട്ടിലൊക്കെ ആവശ്യത്തിനൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ള രീതിയിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.